പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നാഗേന്ദ്രനെ കുറിച്ചുള്ള ചെറിയ ചെറിയ വിവരങ്ങളൊക്കെ നന്ദുവിന് കിട്ടിയിരിക്കുകയാണ്. പക്ഷേ അത് അഭിയുടെ അച്ഛനാണ്, നാഗേന്ദ്രനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ആർക്കും തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നന്ദു ആ രേഖാചിത്രവുമായിട്ട് ആദ്യം ആദർശിൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരാളെ കണ്ടതായിട്ട് ആദർശേട്ടന് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എവിടെയോ എൻ്റെ മനസ്സിലൊരു മിന്നി മറയുന്ന പോലെയുണ്ട് ഈ മുഖം, പക്ഷേ അത്ര വ്യക്തമല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒളിഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ഒരു ശത്രു ഇയാളാണ്, അത് 100% ഉറപ്പാണ്. ഏകദേശം ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചിട്ട് ആളുകളൊക്കെ പറഞ്ഞ ആ ഒരു ഇത് വെച്ചിട്ട് വരച്ചുണ്ടാക്കിയതാണ്. ഇയാൾ തന്നെയാവാനാണ് സാധ്യത. ഇയാളെയാണ് ഇനി നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഈ മുഖം എവിടെ കണ്ടാലും നമ്മൾ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും വേണം എന്നുള്ള രീതിയിലൊക്കെ നന്ദു പറയുന്നുണ്ട്. അപ്പോൾ നന്ദുവിനോട് പറയുന്നുണ്ട്, എന്തായാലും ഈ രേഖാചിത്രം നീ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ മൊബൈലിലോട്ട് അയക്കി ഇത് മുത്തശ്ശനും ഒന്ന് കാണിച്ചു കൊടുക്കണം. മുത്തശ്ശന് അറിയാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ചോദിക്കണം. കാരണം നമ്മുടെ ജ്വല്ലറിയുമായിട്ട് ശത്രുതയുള്ള ആൾ എന്തായാലും മുത്തശ്ശന് പരിചയം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് നീ ഇത് എൻ്റെ ഫോണിലോട്ടോ അയക്കി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നന്ദു അത് മുത്തശ്ശൻ്റെ ഫോണിലോട്ട് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദു ചോദിക്കുന്നുണ്ട്, അല്ല ആദർശേട്ടാ, മുത്തശ്ശൻ്റെ അടുത്ത് ഈ ഫോട്ടോ ആയിട്ട് പോയാൽ മുത്തശ്ശൻ ആദർശേട്ടനെ കണ്ട് കഴിഞ്ഞാൽ തന്നെ ദേഷ്യം പിടിച്ച് കാണണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് മുത്തശ്ശനെ കാണാൻ കഴിയുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ഒരു കേസിൻ്റെ വഴിത്തിരിവിനായതുകൊണ്ട് തന്നെ മുത്തശ്ശൻ അങ്ങനെ അങ്ങ് ഇതാക്കാനൊന്നും വഴിയില്ല. അല്ലെങ്കിൽ മുത്തശ്ശിയോട് കാണിച്ചു കൊടുത്തിട്ട് മുത്തശ്ശി ചോദിച്ച് പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോളും. എന്തായാലും അല്ലെങ്കിൽ അമ്മയ്ക്കും കാണിച്ചു കൊടുക്കാമല്ലോ. എന്തായാലും അവിടേക്ക് പോയേ പറ്റൂ എന്നൊക്കെ തീരുമാനിച്ചിട്ട് ആദർശ് അന്തപുരിയിലോട്ട് പോവുകയാണ്. അങ്ങനെ ആദർശ് ചെന്ന് കയറുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദർശിനെ കണ്ട ഉടനെ തന്നെ, ഇതെന്താ ഇവിടെ നിന്ന് ഇറങ്ങി പോയവരൊക്കെ തിരിച്ചു വരികയാണോ? ഞാൻ തിരിച്ച് വിളിക്കാനൊന്നും വരുന്നില്ല എന്ന് കരുതിയിട്ട് തന്നെത്താൻ അങ്ങ് വന്നതായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഞാനിവിടെ താമസിക്കാനൊന്നും വന്നതല്ല, എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു, ചില തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാനാണ് വന്നത്, അല്ലാതെ ഇവിടെ സ്ഥിരം താമസാക്കാനൊന്നല്ല മുത്തശ്ശ വന്നിരിക്കുന്നത്, അത് മുത്തശ്ശന് ഇഷ്ടമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാനിവിടെ നീ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്നും നിന്നോട് ഇറങ്ങിപ്പോവാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, അത് നീ സ്വയം തീരുമാനം എടുത്ത് പോയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ അത് എന്നെ കാണുന്നത് പോലും വെറുപ്പായതുകൊണ്ടല്ലേ ഞാൻ പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണോ നീ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതല്ല, എനിക്ക് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട്, അത് മുത്തശ്ശൻ നോക്കിയിട്ട് മുത്തശ്ശനെ ഇയാളെ അറിയോ എന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനെ നേരെ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു രേഖാചിത്രം സൂക്ഷിച്ച് നോക്കിയതോടുകൂടെ മുത്തശ്ശാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇയാളോ, ഇവനെങ്ങനെ നീ അറിഞ്ഞോ, ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടി, നിനക്കെങ്ങനെ ഇയാളെ അറിയാം എന്നൊക്കെ ഇങ്ങനെ ഒരു വെപ്രാളത്തോടു കൂടെ മുത്തശ്ശൻ ആദർശനോട് ചോദിക്കുകയാണ്. അപ്പോൾ അതെന്താ മുത്തശ്ശ, ഈ ഫോട്ടോ കണ്ടിട്ടാകെ ഞെട്ടി ഷോക്കായിട്ട് വെപ്രാളത്തോടു കൂടിയാണല്ലോ മുത്തശ്ശൻ സംസാരിക്കുന്നത്, ഇയാളെ മുത്തശ്ശനെ അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇയാളെ അറിയോന്നോ, വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണെങ്കിലും ഇയാളെ അത്ര പെട്ടെന്ന് മറക്കാനൊന്നും സാധ്യതയില്ല, നിനക്കും മനസ്സിലായില്ലേടാ, ഇയാളുടെ ഫോട്ടോയും ഒക്കെ കാര്യങ്ങളും ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടും നിനക്ക് മനസ്സിലായില്ലേ, നീ ഒന്ന് ശരിക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിനക്ക് മനസ്സിലാവാതിരിക്കില്ലല്ലോ, ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് നിൻ്റെ അപ്പച്ചിയുടെ ജീവിതത്തിൽ സംഭവിച്ചതും അപ്പച്ചി ഇവിടെ നിൽക്കുന്ന കാരണം ഒക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക, അപ്പോൾ നിനക്ക് ആളെ പിടികിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആദർശം ആ ഫോട്ടോയിലോട്ട് തുറച്ച് നോക്കുന്ന സമയത്താണ് ഇത് അഭിയുടെ അച്ഛനാണ് എന്നുള്ളതും മുത്തശ്ശൻ പറയുന്നതിലൂടെയും നമ്മുടെ ആദർശം തിരിച്ചറിയുന്നത്. അങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറമാണല്ലോ മുത്തശ്ശ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാനെന്തായാലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല, എന്തായാലും വൻ തിരിച്ചടിയായിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത്, എന്നാലും ഏഞ്ചലറിയുമായിട്ട് ഇയാൾക്ക് എങ്ങനെ ബന്ധം, മറഞ്ഞിരിക്കുന്ന ശത്രു എന്നല്ലേ നീ പറഞ്ഞത്, ഏഞ്ചലറിയിലുള്ള തലപ്പത്തുള്ള ആൾ ഇയാളോ, അതൊരിക്കലും ആവാൻ സാധ്യതയില്ല, നിനക്കെന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്, അതെങ്ങനെയാ, ഏറ്റവും വലിയ തെറ്റ് പറ്റിയിട്ടല്ലേ ഇപ്പോൾ അനന്തപുരി ഒരു താഴ്ചയിലോട്ട് എത്തിയത്, അതെൻ്റെ അനിയാണല്ലോ ഉയർത്ത് കൊണ്ടുവന്നത്, ഇനിയും തെറ്റ് പറ്റാതെ നോക്കിയാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ.
അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല, 100% ശരിയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്, ഇയാളാണ് നമ്മുടെ ശത്രു, ഇത് നന്ദുവും ഉറപ്പിച്ച കാര്യമാണ്, ഇനി ഇയാളെ പിടികിട്ടാൻ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും അബിയുടെ അച്ഛനാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്, നമ്മളോട് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള ആളായിരിക്കും. എന്തായാലും യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതെയാണ് അയാൾ നമ്മളെ ശത്രുവായിട്ട് കാണുന്നത്. ഇയാളെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ച് നമുക്ക് എതിരായിട്ട് തിരിക്കുകയാണ്. ഇനി അവന്തികയും ഇയാൾക്കനുസരിച്ച് വന്നതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്ത ആദർശിൻ്റെ മനസ്സിലോട്ട് വരികയും അത് മുത്തശ്ശനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ കണ്ടുപിടിക്കുക, അതിനൊക്കെയാണല്ലോ നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് മുത്തശ്ശൻ്റെ മനസ്സിലോട്ട് വല്ലാതൊരു ആവലാതി ഇങ്ങനെ വരികയാണ്. എന്നിട്ട് എന്തൊക്കെയോ ഇവിടെ ഞാൻ അറിയാതെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും നിരീക്ഷണം കൂടുതൽ ശക്തിയാക്കിയേ പറ്റുകയുള്ളൂ. അവന്തികയെയും ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ അനിയുമായിട്ടുള്ള വിവാഹം നടത്തി തരണം എന്നൊക്കെ ഒരാഗ്രഹം പറഞ്ഞു വന്നത് ഒരു ചതിയായിരിക്കുമോ എന്നുള്ള ചിന്ത മുത്തശ്ശൻ്റെ മനസ്സിലോട്ട് വരികയാണ്.